നമസ്തേ. പാതജല യോഗസൂത്രം സമാധിപാദം സൂത്രം 9. വികൽപ്പം എന്ന വൃത്തിയെക്കുറിച്ചാണ് ഈ സൂത്രത്തിൽ നിർവചിക്കുന്നത്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യം വികൽപ്പം. ശബ്ദജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശൂന്യമായ വസ്തുവിനെ സങ്കല്പിക്കുന്നതിനെയാണ് വികൽപ്പം എന്ന് പറയാം. ശബ്ദജ്ഞാനാനുപാതി എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടിട്ട് അതിന് അനുസരിച്ച്, ശബ്ദത്തിന് അനുസരിച്ച് വാക്കുകൾ കേട്ടിട്ട് പുതിയ ഇല്ലാത്ത വസ്തുക്കളെ നമുക്കൊരിക്കലും ഇമേജ് ചെയ്യാൻ പറ്റാത്തതിനെ ഇമേജ് ചെയ്യുക, അതിനെ അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലേക്ക് എത്തുന്നതിനെയാണ് വികൽപ്പം എന്ന് പറയാം. ആ ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് അതുപോലെയാണ് എന്ന് വിചാരിച്ച് അതിനെ തന്നെ സങ്കല്പിച്ചിരിക്കുന്നതിനെയാണ് ആകാശപുഷ്പം എന്നൊക്കെയാണ് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത്. കവിതകളിലും സാഹിത്യത്തിൻ്റെ മറ്റു രൂപങ്ങളിലും കവികളും സാഹിത്യകാരന്മാരും ഒക്കെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത, അതിൽ കാവ്യനർത്തകിയെ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൽ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്ന് തുടങ്ങുന്ന ആ കവിതയിൽ അവളുടെ മുടിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമടങ്ങനെ ശയിക്കുന്നത് പോലെ, മുടിയിൽ കിടക്കുന്നത് ചന്ദനലതയിൽ പാമ്പ് കുത്തനെ നിൽക്കുന്നത് പോലെയാണ് എന്നൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ കവിത മുഴുവനായിട്ട് തന്നെ അത്തരം സങ്കല്പങ്ങളാണ്. റൊമാൻറ്റിക് സാഹിത്യത്തിലൊക്കെ ഇതൊക്കെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതില്ലാത്തതാണ്, വസ്തുശൂന്യമാണ്. അതിനൊരു കാവ്യ സൗന്ദര്യം ആയിട്ട്, സൗന്ദര്യാത്മകമായ രൂപമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുകയും കാണുകയൊക്കെ ചെയ്യാം. പക്ഷെ അതുണ്ട് എന്ന് വിശ്വസിച്ച് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നതാണ് വികല്പവൃത്തി എന്ന് പറയുന്നത്. ഈ വികല്പവൃത്തിയുടെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വിക്ഷിപ്തം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ സങ്കല്പിച്ച്, ഒരു രാജകുമാരൻ വരുന്നു എന്ന്, കുതിരപ്പുറത്ത് ഒരു രാജകുമാരൻ വരുന്നു എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങൾ നമ്മൾ സാധാരണ പറഞ്ഞ ദിവാസ്വപ്നങ്ങൾ എന്ന് പറയില്ല, സ്വപ്നാടനം എന്നൊക്കെ പറയുന്നത് ഈ വൃത്തിയാണ്. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കൂടുതൽ സമയവും ആ സങ്കല്പത്തിന് വേണ്ടി തന്നെ അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് വികല്പവൃത്തി എന്ന് പറയാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് പ്ലാനിങ്ങിലേക്കെല്ലാം എത്തുന്ന സമയത്ത് ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് ഒക്കെ സങ്കല്പിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ 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 മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ ആ സ്വപ്നങ്ങൾ, അത്തരം സ്വപ്നങ്ങളിലേക്ക് പോകുന്നതാണ് വികല്പവൃത്തി. അത് വിക്ഷിപ്താവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടമാണ്. കാരണം അതിൽ തന്നെ ചിന്തിച്ചിരിക്കുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള സമയം നമ്മൾ സങ്കല്പത്തിന് വേണ്ടി ചെലവാക്കുകയും തീർത്തും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. യോഗികളെ സംബന്ധിച്ചിടത്തോളം യോഗ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അന്തരംഗ യോഗ ചെയ്യുന്നതിന് ഇതൊരു തടസ്സമാണ്. ആൾക്കാർ പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ജ്യോതിഷികളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതങ്ങനെ സംഭവിക്കും, മന്ത്രവാദികൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ വികല്പത്തിൻ്റെ കാരണമാണ്. നമ്മൾക്ക് സുപ്രീമായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് വിചാരിക്കുകയും എൻ്റെ നന്മകളും തിന്മകളും ഒക്കെ റിസൾട്ടായിട്ട് വരുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വികല്പവൃത്തിക്ക് പിന്നെ സാധുതയില്ല. നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നത്. അതാണ് ശരി എന്ന് വിചാരിച്ച് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സമയവും സമ്പത്തും കർമ്മം ചെയ്യാനുള്ള ആ സമയം ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഈ വികല്പവൃത്തി മാറും. മോഡേൺ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് പ്രൊജക്ഷൻ ഓർ ഫാൻറ്റസി
എന്നൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ള പേര്. റിയാലിറ്റിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഈ മാനസികാവസ്ഥയുടെ പ്രത്യേകത. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബയാസസ്, നമ്മുടെ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക, ഓവർ തിങ്കിങ്, അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, റൂമിനേഷൻ എന്നാണ് അതിനെ പറയുക, നെഗറ്റീവായി ചിന്തിക്കുക. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ മാനസിക രോഗം പോലെ കാണേണ്ടുന്ന ഒരു വൃത്തിയാണ് വികല്പവൃത്തി എന്ന് നമ്മൾക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വികല്പവൃത്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ വികല്പവൃത്തി ഇല്ലാതാവുന്നതിന് തുല്യമായിട്ടുണ്ടാകും. നമ്മൾ മറ്റുള്ളവരുടെ ഒരു വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ ആ വാക്കുകൾ സത്യസന്ധമാണോ എന്ന് സ്വയം പരിശോധിച്ച് അതല്ല, അത് തെറ്റാണ് എന്ന് തീരുമാനിക്കുമ്പോഴാണ് വികല്പവൃത്തി പൂർണ്ണമായും ഇല്ലാതാകുന്നത്. അങ്ങനെ ഇല്ലാതായി കഴിയുമ്പോഴേക്കും നമ്മൾക്ക് മാനസികമായി ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയും നമ്മുടെ തന്നെ അനുഭവങ്ങളിൽ, നമ്മുടെ സങ്കല്പങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റായ വാക്കുകൾ കേട്ടിട്ടുള്ള വികല്പവൃത്തിയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടുന്നത് നമ്മൾക്ക് നമ്മിൽ തന്നെയുള്ള നമ്മുടെ ഊർജത്തിൽ, നമ്മുടെ ആത്മസ്വരൂപത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ്.